നമസ്കാരം. ധ്യാനം. ശിരസിൽ നിന്ന് ഹൃദയത്തിലേക്ക്. പ്രധാനവുമായ വസ്തുത ശിരസില്ലാതാവുക. ശിരസില്ലാത്ത വ്യക്തിയായിത്തീരുക. അതിന് ശ്രമിക്കുക. സ്വയം നിശിരസ്കനായി സങ്കൽപ്പിക്കുക. ശിരസില്ലാതെ ചരിക്കുക. ജീവിതത്തിൽ കേട്ടാൽ അസംബന്ധമെന്ന് തോന്നുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന പദ്ധതികളിലൊന്നാണത്. ശ്രമിച്ചു നോക്കുക. അങ്ങനെ ശ്രമിച്ചു നോക്കുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തല അവിടെ ഇല്ലെന്ന വണ്ണം ചിന്തിക്കുക. വളരെ വിചിത്രവും വിലക്ഷണവുമായിരിക്കും. നിങ്ങൾക്ക് ശിരസില്ലെന്ന തോന്നൽ വരുമ്പോൾ അത് അപരിചിതവും നിർവചനാതീതവുമായിരിക്കും. എന്നാൽ ക്രമേണ നിങ്ങൾ ഹൃദയത്തിൽ സ്ഥിരവാസമുറപ്പിക്കും. ഒരു നിയമം ഇതിനുണ്ട്. അതായത് അന്ധന്മാർക്ക് ശ്രവണശക്തി കൂടുമെന്നും സംഗീതം കൂടുതൽ ആസ്വദിക്കാനാവുമെന്നുമുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. അന്ധന്മാരുടെ സംഗീതത്തോടുള്ള പ്രതികരണശേഷി, അവരുടെ സംവേദനക്ഷമത ഗാഢമാണ്. എന്തുകൊണ്ടെന്നാൽ സാധാരണ കണ്ണിൽ കൂടി സഞ്ചരിക്കുന്ന ഊർജത്തിനിപ്പോൾ അവയിൽ കൂടി ചരിക്കാൻ കഴിയുന്നില്ല. അതിനാൽ അത് മറ്റൊരു പാത തിരഞ്ഞെടുക്കുന്നു. അത് ചെവിയിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ അന്ധന്മാർക്ക് സ്പർശത്തോടുള്ള സംവേദനക്ഷമത കൂടുതൽ അഗാധമാണ്. ഒരു അന്ധൻ നിങ്ങളെ സ്പർശിക്കുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിക്കാം. കാരണം സാധാരണയായി നാം കണ്ണുകളിലൂടെയുള്ള സ്പർശനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാം പരസ്പരം മിഴികളിലൂടെ തൊടുന്നു. അന്ധന് കണ്ണുകൊണ്ട് സ്പർശിക്കാൻ കഴിയുന്നില്ല. തൊടാൻ കഴിയാത്തതിനാൽ ആ ഊർജം മുഴുവനും അയാളുടെ കൈകളിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ കണ്ണുള്ള ആരെക്കാളും സംവേദന തീവ്രതയുള്ളവരാണ് അന്ധന്മാർ. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കൊള്ളണമെന്നില്ല. എന്നാലും അതാണ് പതിവ്. ഒരു കേന്ദ്രം ഇല്ലാതാവുമ്പോൾ ഊർജം മറ്റൊരു കേന്ദ്രത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ റേക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ണടച്ചിരുന്നാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ണിലൂടെയുള്ള ഊർജപ്രവാഹത്തെ നിശ്ചലമാക്കിയതിന് ശേഷം കൈവെള്ളകളിലൂടെ മാത്രം എന്താണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. ആവശ്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ പരിശീലനം തലയില്ലാതാവുക എന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള പരിശീലനം വളരെ പെട്ടെന്ന് തന്നെ അപരിചിതമായ ഒരു അനുഭവം നിങ്ങളിൽ ഉണ്ടാകും. ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾ ഹൃദയത്തിനകത്ത് എത്തപ്പെട്ടതുപോലെ ആയിരിക്കും അത്. ശിരസില്ലാതെ നടക്കുക. ധ്യാനിക്കാനിരിക്കുമ്പോൾ കണ്ണടച്ച ശേഷം തലയില്ലെന്ന് വിചാരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക. എൻ്റെ തല കാണാനില്ല എന്ന സങ്കല്പം ജീവിതത്തിൽ ആകമാനം കൊണ്ടുവരിക. അപ്പോൾ തല അപ്രത്യക്ഷമായിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ശിരസ് അപ്രത്യക്ഷമായി അനുഭവപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കേന്ദ്രം താഴെയുള്ള ഹൃദയചക്രത്തിലാവും, ഹൃദയത്തിലാക്കി മാറും. തലയിൽ നിന്ന് നേരെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ എൻ്റയർ തോട്ട് പാറ്റേൺസ്, അതുപോലെ തന്നെ ശബ്ദ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. പെട്ടെന്ന് നിങ്ങൾ ലോകത്തെ കാണുന്നത് ഹൃദയത്തിലൂടെയായിരിക്കും, തലയിലൂടെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഹൃദയം കൊണ്ട് നിങ്ങൾ ലോകത്തെ കാണുമ്പോൾ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങളുടെ ചിന്താധാരകൾ മാറി നിങ്ങൾ പുതിയൊരു മനുഷ്യനാകാനുള്ള ഒരു പരിശ്രമം ആയിട്ടാണ് ഈ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ പാശ്ചാത്യർ ആദ്യമായി ജപ്പാനിൽ വന്നപ്പോൾ അവിടെയുള്ളവർ പരമ്പരയായി വിശ്വസിച്ചിരുന്നത് ഉദരം കൊണ്ടാണ് ചിന്തിക്കുക എന്നതായിരുന്നെന്ന് വിശ്വസിക്കാൻ പ്രയാസപ്പെടും. നിങ്ങളൊരു ജപ്പാനീസ് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ചിന്ത എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വയറിനെ ചൂണ്ടിക്കാണിക്കും. വയറിനാണ് മനസ്സ് എന്ന്. അപ്പോൾ മനസ്സ് ശിരസിലല്ല, മനസ്സ് ഹൃദയത്തിലും വയറിനുമിടയിലാണ് മനസ്സ് എന്നാണ് കിഴക്കിൻ്റെ രീതിശാസ്ത്രം. അപ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ജപ്പാൻ തലയില്ലാതെ ജീവിക്കുന്നു ഒക്കെയാണ്. നിങ്ങളുടെ ചിന്ത എവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ചൂണ്ടുക തലയ്ക്ക് നേർക്കായിരിക്കും. അതേസമയം ജാപ്പനീസ് പീപ്പിൾസിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉദരഭാഗത്ത് നെഞ്ചിൽ ഒക്കെ ആയിട്ടായിരിക്കും കൈ ചൂണ്ടുന്നത്. അത് പടിഞ്ഞാറിൻ്റെ അതിപ്രസരം കാരണം ഈ അവസ്ഥയ്ക്ക് ഇളക്കം തട്ടിയിരിക്കുന്നു. ഇപ്പോൾ കിഴക്ക് ദേശം എന്നൊന്നില്ല, അതിങ്ങ് ഒറ്റപ്പെട്ടു കിടക്കുന്ന ദ്വീപുകളെ പോലെ ചില വ്യക്തികളിൽ മാത്രമായി കിഴക്ക് നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഈസ്റ്റേറിയൻ ആ ഫിലോസഫിക്കൽ കൺസെപ്റ്റിനെ എല്ലാം അവമതിച്ചുകൊണ്ട് വളർന്നു വന്നിട്ടുള്ള പടിഞ്ഞാറിൻ്റെ സംസ്കാരങ്ങളുടെ അതിപ്രസരമാണ് ഒരു പരിധിവരെ നമ്മളെ ഈ ഇമ്പീരിയലിസത്തിലേക്ക് എത്തിച്ചതും നമ്മളുടെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങൾക്കും ഒരു പരിധിവരെ കാരണം ഇതൊക്കെയായിരിക്കാം. ഇപ്പോൾ ഈ തലയില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ ആ ഒരു സാന്നിധ്യം. തലയിലൂടെ ഒരിക്കലും നമുക്ക് ധ്യാനിക്കാൻ സാധിക്കുകയില്ല. തല ഇല്ലാതെ എന്ന് ചിന്തിച്ചുകൊണ്ട്, തലയില്ലാത്തവനെ പോലെ എന്ന് ഊഹിച്ചുകൊണ്ട്, അനുമാനിച്ചുകൊണ്ട് നമ്മൾ കുറേ സമയം, കുറേ ദിവസങ്ങൾ നമ്മളത് പരിശീലിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാട്, ലോകത്തോടുള്ള കാഴ്ചപ്പാട് അതിൽ മാറ്റം വരും എന്നുള്ളതാണ്. കാരണം ഈ തലയിൽ ഇരിക്കുന്നത് ലോജിക്കാണ്, റാഷണൽ തിങ്കിങ്സാണ്. ഒന്നിനെയും നമുക്ക് ഒരു സ്പിരിച്വൽ ബ്ലിസ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അണുക്കൾ, പരമാണുക്കൾ, ഞാൻ, നീ, പ്രപഞ്ചം എന്നിങ്ങനെയുള്ള ആ പല ഓരോ ഖണ്ഡശയായിട്ടാണ് എല്ലാറ്റിനെയും കാണുന്നത്. ഒരിക്കലും ഒരു സമഗ്രമായിട്ട് ഒന്നിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ തല കൊണ്ട് മാത്രം ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ. ധ്യാനിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു അഫ്ലുവൻസ് കൈവരണമെങ്കിൽ നമ്മുടെ തല കഴുത്തിന് മേലെ ഇല്ല എന്ന് ചിന്തിച്ച്, ഹൃദയം കൊണ്ട് ചിന്തിച്ച് തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ധ്യാനത്തിൻ്റെ ആവശ്യത്തിലേക്ക് കൂടുതൽ സ്നേഹശീലനാകാൻ സാധിക്കുമെന്നുള്ളതാണ്. തലകൊണ്ടൊരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല, ഹൃദയം കൊണ്ട് മാത്രമേ ലോകത്തെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഹൈക്കോടതി ജഡ്ജി ഒരിക്കൽ അയാൾ വന്നു കഴിഞ്ഞാൽ, വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഭാര്യയോടാണെങ്കിലും കിടപ്പറയിലാണെങ്കിലും ഒരു ജഡ്ജിയായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവിടെ അവർക്ക് ഒരു പരിഗണനയും നൽകാൻ സാധിക്കുന്നില്ല, എല്ലാറ്റിനെയും ജഡ്ജിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ തലകൊണ്ട് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരാൾ എന്താണോ ചെയ്യുന്നത് അത് ജീവിതത്തിൽ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തുക. ആ മാറ്റം ഒരു ചേഞ്ചസ്. ഐ ഹാവ് നോൺ ബോത്ത് ഗുഡ് ആൻഡ് ഇൽ, സിൻ ആൻഡ് വെർച്യൂ, ജസ്റ്റിസ് ആൻഡ് ഇൻജസ്റ്റിസ്. I have gone through the heaven and hell. I have gone through the heaven and hell, joy and sorrow, death and birth. I have passed judgment and being judged myself, and in the end, I recognized that I am part of everything, that everything is part of me. എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മടങ്ങി വരിക. ഹൃദയം കൊണ്ട് ചിന്തിച്ചു തുടങ്ങുക. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നിടത്ത് മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു വേദനയോ അല്ലെങ്കിൽ അവരുടെ സ്നേഹമോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. തല ഇല്ലാതെ ജീവിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ തലയില്ലാതെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ തല ഇറക്കി വെച്ചിട്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് റേക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു
ഒരു നല്ലൊരു രോഗശാന്തിക്കാരനായിട്ട് മാറാൻ സാധിക്കും. അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് ലൈറ്റ് ഓഫ് ഫെയ്ത്ത്.